നമസ്കാരം. UAE പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയിലെത്തിയത്. 1-2 മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചതും അവർ തമ്മിൽ ചർച്ച നടത്തിയതും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരികെ UAE പോയതുമൊക്കെ തന്നെ അന്ന് വലിയ വാർത്തകളായി മാറിയത്. എന്താണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യ UAE നിന്ന് വലിയ തോതിലുള്ള പാചകവാതക ഗ്യാസ് വാങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അത് വലിയ തോതിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വാതക കരാറിനായിരിക്കാം ഇന്ത്യയും UAE തമ്മിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് UAE പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. UAEയും പാകിസ്ഥാനുമായി കുറേ നാളുകളെ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. 2025 ഇത് സംബന്ധിച്ച ഒരു ധാരണയായത്. കാരണം പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഏറ്റുമുട്ടാനും കൂടി പോയതോടുകൂടി അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളെല്ലാം തകർന്നു പോയി, വ്യോമത്താവളങ്ങൾ പോയി, അവരുടെ വിമാനങ്ങളൊക്കെ തന്നെ പലതും കാലഹരണപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് UAE പിന്മാറിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. ഇന്ത്യയിൽ നിന്ന് പോയതിന് തൊട്ട് പിന്നാലെയാണ് തീരുമാനം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചാണ് പലരും ഇപ്പോൾ അഭ്യൂഹങ്ങൾ പലതും ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനും സൗദി അറേബ്യയുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പം ഉള്ളത്. UAEയുമായി പറയുമ്പോൾ അത്ര നല്ല അടുപ്പം അവർക്ക് ഇല്ല. പക്ഷേ ഇന്ത്യയുമായി UAE ഏറ്റവും മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. എല്ലാ മേഖലകളിലും ഇന്ത്യയും UAEയും തമ്മിൽ നല്ല ബന്ധം തന്നെയാണ് ഉള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അവർക്ക് പല യുദ്ധവിമാനങ്ങൾ നൽകി അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ നാറ്റോ മോഡലിൽ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലൊരു ധാരണയായതായി പറയപ്പെടുന്നുണ്ട്. അതായത് ഇതിലേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ, ഈ സഖ്യത്തിലെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ നാറ്റോ പോലെ തന്നെ അവരെ സംയുക്ത ആക്രമണമായി കണക്കാക്കി, അതായത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമിച്ചതായി കണക്കാക്കി തിരിച്ചടിക്കാനൊക്കെയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എക്കാലത്തും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രാജ്യം തന്നെയാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ സൗദി അറേബ്യ ഇന്ത്യക്ക് വളരെ നല്ല ബന്ധം തന്നെയാണ് നേരത്തെ ഉള്ളത്. എങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഒരുപക്ഷെ മറ്റൊരുപാട് രാജ്യങ്ങൾ ഇതിൽ പങ്കുചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇന്ത്യക്ക് ഭാവിയിൽ ദോഷകരമായി മാറാൻ സാധ്യതകളൊന്നായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഇതിനെ സംശയത്തോടു കൂടി തന്നെ നോക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ UAE ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ഇത് പാകിസ്ഥാന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ അമേരിക്കയുടെ അടിമയെ പോലെയാണ് പെരുമാറുന്നത്. പാകിസ്ഥാനിൽ എന്ത് നടക്കണം, എന്ത് ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചിട്ട് അതിൽ പാകിസ്ഥാനെ അംഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 8,000 കോടി രൂപയോളം മെമ്പർഷിപ്പ് കൊടുത്താൽ മാത്രമേ അംഗത്വം ലഭിക്കുകയുള്ളൂ. ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാൻ എവിടെ നിന്നാണ് ഈ പൈസ കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്, പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഗാസയിലേക്ക് സമാധാന സേനയെ പാകിസ്ഥാൻ അയക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ സൈന്യാധിപനായ അസീം മുനീർ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അത് മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ തന്നെ വിരോധം സമ്പാദിക്കേണ്ടി വരും, അനുസരിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും. അങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്ലാമാബാദ് അവരുടെ തലസ്ഥാനത്ത് തന്നെ വിമാനത്താവളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് UAE പിന്മാറുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാകിസ്ഥാൻ എയർലൈൻസ് പോലും ഇപ്പോൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ വിമാനങ്ങൾ പലതും പഴക്കം ചെന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കൂടി ഒരു തീരുമാനം UAE എടുക്കുന്നതോടെ പാകിസ്ഥാനെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായും മറ്റ് ആഭ്യന്തര കലാപങ്ങളിലും ഒക്കെ തന്നെ നട്ടം തിരിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ UAE എടുത്തൊരു തീരുമാനം അവർക്ക് വീണ്ടും വലിയ തോതിലുള്ള തിരിച്ചടി നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്ത്യയിൽ വന്ന് ചർച്ച നടത്തിയതിന് ശേഷമാണ് UAE പ്രസിഡന്റ് ഈ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതിനെ ഒരുപക്ഷെ പാകിസ്ഥാനും സംശയത്തോടുകൂടി തന്നെ ആയിരിക്കാം വീക്ഷിക്കുന്നത് എന്ന് വേണം കരുതാൻ.